ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക, അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. റീഡിംഗ് കാണുന്നതിന് മുമ്പ് ആ ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക, ശേഷം ഈ ഒരു റീഡിംഗ് കാണുക. അപ്പോൾ നമുക്ക് നോക്കാം എന്തായിരിക്കും അവരുടെ കറണ്ട് ഫീലിങ്സ് എന്നുള്ളത്. നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ്? വീൽ ഓഫ് ഫോർച്യൂണിന്റെ എനർജിയാണ് കിട്ടുന്നത്. ഒരു പക്ഷേ ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ ഒത്തിരി നാളുകളായി മിണ്ടാതിരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം. അവർ നിങ്ങളിൽ നിന്നും ഈ ഒരു സമയത്ത് കുറച്ച് മാറി നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് വീണ്ടും നിങ്ങൾക്കരികിലോട്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് തിരികെ വരുവാൻ ആഗ്രഹമുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. പതിയെ പതിയെ അവർ തിരികെ വരുന്ന ഒരു എനർജി നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉചിതമായ ഒരു സമയം കാത്ത് ആ ഒരു വ്യക്തി ഇരിക്കുന്ന ഒരു എനർജിയും നമുക്കിവിടെ ഈ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ്? ടു സോർട്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളോട് മിണ്ടണമോ, പക്ഷെ പെട്ടെന്ന് നിങ്ങളോട് മിണ്ടിയാൽ നിങ്ങൾ ഏത് രീതിയിൽ പ്രതികരിക്കും എന്നുള്ളൊരു ഭയവും ഈ ഒരു വ്യക്തിക്ക് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ മുമ്പ് ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചിരിക്കാം. ആ ഒരു കാരണത്താലായിരിക്കാം നിങ്ങൾ തമ്മിൽ ഈ ഒരു അകൽച്ച വന്നതും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇനി നിങ്ങളോട് മിണ്ടുവാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് നല്ല ഭയം ഉണ്ടെന്നും കാണിക്കുന്നുണ്ട്. അതായത് പലപ്പോഴും ഇവർ നിങ്ങളോട് മിണ്ടുവാനായിട്ട് വരും, പക്ഷെ ആ നിമിഷം തന്നെ അവർ പിന്തിരിയും. ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. കാരണം നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളൊരു ഭയം ഈ ഒരു വ്യക്തിക്ക് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്താണെന്നുള്ളത്. നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ് എന്താണെന്നുള്ളത്. നമുക്കിവിടെ സണ്ണാണ് കിട്ടിയിരിക്കുന്നത്. എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് പറയണമെന്ന് ഇവിടെ ആഗ്രഹമുണ്ട്. ചില കാര്യങ്ങൾ, അതായത് എന്തു കാരണത്താലാണോ നിങ്ങൾ പിണങ്ങിയത് ആ ഒരു കാര്യത്തെക്കുറിച്ച് അവർക്ക് ക്ലിയർ ആയിട്ട് നിങ്ങളോട് പറയണം. ചില സത്യങ്ങൾ നിങ്ങളോട് പറയണം. അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരണം. ഈ ഒരു വ്യക്തി തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്ന് നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹം ഈ ഒരു വ്യക്തിക്ക് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് ഒരു പുതിയൊരു തുടക്കം ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ ഈ ഒരു സൺ കാർഡ് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് നോക്കാം ആ ഒരു വ്യക്തിക്ക് എന്താണ് നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ്. ഹൈ പ്രീസ്റ്റസിന്റെ എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വ്യക്തിയുടെ മനസ്സിലിട്ട് നടക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. കുറേ കാര്യങ്ങൾ, അതായത് നിങ്ങളറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഇവരുടെ മനസ്സിലുണ്ട്. അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ഈ ഒരു വ്യക്തി വളരെ ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് കൂടുതലും നിശബ്ദമായിരിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതായത് അധികം ആരോടും മിണ്ടാതെ നിശബ്ദമായിരിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുമായി മിണ്ടാതിരിക്കുന്ന കാരണമായിരിക്കാം മറ്റാരോടും ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്ത് മിണ്ടാൻ കഴിയാത്ത ഒരു എനർജിയിലൂടെ പോകുന്ന ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് നോക്കാം ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ് എന്താണെന്നുള്ളത്. ടു ഓഫ് കപ്സിന്റെ എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾ തമ്മിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ ആണ് കാണിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അരികിലോട്ട് വരുവാനും ഒരുമിച്ച് മുന്നോട്ട് പോകുവാനും ഈ ഒരു വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളും ഈ ഒരു വ്യക്തിയെ കാണുവാനും നല്ല രീതിയിൽ, അതായത് മുൻപ് നിങ്ങൾ എങ്ങനെയായിരുന്നോ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുവാനും ഈ ഒരു സമയത്ത് നിങ്ങളും ആഗ്രഹിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾ മനസ്സിൽ ആലോചിക്കുന്ന വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് നിങ്ങളോടുള്ളതെന്ന്. നൈറ്റ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതായത് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളോടൊത്ത് ഒരു സ്ഥിരത ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തിയുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ വേണം, നിങ്ങളോടൊത്ത് ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളൊരു ശക്തമായ ആഗ്രഹം ഈ ഒരു വ്യക്തിക്ക് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി വളരെയധികം മെച്യൂരിറ്റി ഉള്ള ഒരു വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ മുൻപ് അതില്ലായിരുന്നെങ്കിൽ ഈ ഒരു സമയത്ത് അനുഭവങ്ങൾ കൊണ്ട് ഈ ഒരു വ്യക്തി പല കാര്യങ്ങളും പഠിച്ചതായിട്ട് വളരെയധികം പക്വതയുള്ള ഒരു വ്യക്തിയൊക്കെ ആയ ഒരു എനർജിയും നമുക്കിവിടെ ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്നുള്ളത്.
എന്തൊക്കെയോ ഓഫറുകൾ ഈ ഒരു വ്യക്തിക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും സ്വീകരിക്കാൻ ഈ ഒരു വ്യക്തിക്ക് ആഗ്രഹമില്ല എന്നാണ് കാണിക്കുന്നത്. അവരുടെ മനസ്സ് മുഴുവൻ നിങ്ങളിലേക്കാണെന്നാണ് കാണിക്കുന്നത്. മറ്റു ഓഫറുകളൊന്നും സ്വീകരിക്കുവാൻ ഈ ഒരു വ്യക്തി തയ്യാറല്ല. പലതരത്തിലുള്ള ഓഫറുകളും ഇവർക്ക് വരുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അവർക്ക് വേണ്ട. അവരുടെ മനസ്സ് മുഴുവൻ നിങ്ങളിലേക്കാണെന്നാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് ഈ ഒരു സമയത്ത്. അതുപോലെ തന്നെ ഒരുപക്ഷെ ഈ ഒരു വ്യക്തിക്ക് വളരെയധികം ദേഷ്യമുള്ള ഒരു വ്യക്തിയായിരിക്കാം. അതല്ലെങ്കിൽ എടുത്തു ചാടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ പല സമയത്തും തോന്നിയിരിക്കാം എന്താണ് ഈ ഒരു വ്യക്തി ഇങ്ങനെ പെരുമാറുന്നത്, എന്താണ് ഈ ഒരു വ്യക്തിക്ക് ഇത്രയ്ക്ക് ദേഷ്യം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിരിക്കാം. പക്ഷേ ഇവിടെ നമുക്ക് ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത് എത്രയൊക്കെ ഈ ഒരു വ്യക്തി ദേഷ്യപ്പെട്ടാലും ഈ ഒരു വ്യക്തിയുടെ മനസ്സ് വളരെയധികം നിങ്ങളോടൊരു സ്നേഹമുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അവർ പുറമേ ദേഷ്യപ്പെട്ടാലും അകത്ത്, അതായത് ഉള്ളിൽ വളരെയധികം ഒരു പാവമായിട്ടുള്ള ഒരു വ്യക്തിയൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ പുറമേ അവർ വളരെയധികം ദേഷ്യപ്പെട്ട് ഒരുപക്ഷെ നിങ്ങളെ കൺട്രോൾ ചെയ്യുവാനൊക്കെ ഈ ഒരു വ്യക്തി മുൻപ് ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. അതിൻ്റെയൊക്കെ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു തർക്കമായിരിക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾ തമ്മിൽ അകന്നിരിക്കുവാനുള്ള കാരണവും. എന്തെങ്കിലും കാര്യത്തിൽ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കാം. അതൊക്കെ കൊണ്ട് നിങ്ങൾ ആകുന്ന ഒരു എനർജി നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തായിരിക്കും നിങ്ങൾ മനസ്സിൽ ആലോചിക്കുന്ന ആ ഒരു വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് നിങ്ങളോടുള്ളതെന്ന്. എംപ്രസ് ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഈ ഒരു വ്യക്തി നിങ്ങളെ കാണുന്നത് ഒരു എംപ്രസ് ആയിട്ടാണ്. ഇവിടെ നിങ്ങളെ വളരെയധികം സൗന്ദര്യമുള്ള ഒരു വ്യക്തിയൊക്കെ ആയിട്ട് ഈ ഒരു വ്യക്തി കാണുന്നുണ്ട്. അതുപോലെ തന്നെ വളരെയധികം ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളോട് വളരെയധികം ഈ ഒരു വ്യക്തിക്ക് ബഹുമാനമുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ചില കാര്യങ്ങൾ മറ്റുള്ളവർ വളരെയധികം ബഹുമാനത്തോടു കൂടി അല്ലെങ്കിൽ അഭിമാനത്തോടു കൂടി നോക്കി കാണുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. അതൊക്കെ ഈ ഒരു വ്യക്തി അറിഞ്ഞതായിട്ട് കാണിക്കുന്നുണ്ട്. അതിൽ വളരെയധികം ഒരു അഭിമാനം ഈ ഒരു വ്യക്തിക്ക് ഒരു അഭിമാനമുണ്ടെന്നും ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് നോക്കാം ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ് എന്താണെന്നുള്ളത്. നമുക്കിവിടെ ഹാങ്ഡ് മാനും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡബിൾ കാർഡും കിട്ടിയിട്ടുണ്ട്. അതായത് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് വളരെയധികം എല്ലാ തരത്തിലും നിങ്ങളോട് വളരെയധികം ഒരു ആകർഷണം ഈ ഒരു വ്യക്തിക്ക് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ ആകർഷണം ഉണ്ടെന്നും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളോട് വളരെയധികം ഒരു സ്നേഹമുണ്ടെന്നും കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു വ്യക്തിക്ക് ആക്ഷൻ എടുക്കുവാൻ ഭയമാണെന്നാണ് കാണിക്കുന്നത്. കാരണം പെട്ടെന്ന് വന്നാൽ നിങ്ങൾ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്നുള്ളൊരു ഭയം ഈ ഒരു വ്യക്തിയെ ഈ ഒരു സമയത്ത് അവിടെ സ്റ്റക്കാക്കി നിർത്തുന്നു. അതാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന റീഡിംഗ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.